പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 9ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ അധ്യായം ഗാന്ധിജി കൈസേ ബനെ. ഇത് എഴുതിയിരിക്കുന്നത് സ്വയം പ്രകാശ് എന്ന ലേഖകനാണ്. 1947 ജനുവരി 20 മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന ജില്ലയിലാണ് സ്വയം പ്രകാശ് എന്ന ലേഖകന്റെ ജനനം. ആധുനിക ഹിന്ദി സാഹിത്യത്തിൽ ധാരാളം കഥകളും നോവലുകളും സംഭാവന ചെയ്തിട്ടുണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന മനോഹരമായ ഒരു ലേഖനമാണ് ഗാന്ധിജി കൈസേ ബനെ എന്ന ചാപ്റ്റർ. ഈ അധ്യായത്തിലൂടെ അദ്ദേഹം പറയുന്നത്, നാമൊക്കെ മഹാത്മജിയെ ഫോട്ടോയിലും ചിത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകും. അതിലൊക്കെ അദ്ദേഹത്തിന് ഒരു വേഷം തന്നെയാണ്. അർദ്ധനഗ്നനായ അദ്ദേഹത്തെ ശരിക്കും പൂർണ്ണമായ വസ്ത്രം ധരിക്കാതെ, കാലിലൊരു ചെരുപ്പ് പോലും ധരിക്കാത്ത രീതിയിൽ, ശരിക്കും തലയിൽ മുടി പോലും ഇല്ലാത്ത രീതിയിൽ കാണുന്ന ഗാന്ധിജിയെ, ഇത് തന്നെയാണ് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള ചിത്രം. എന്നാൽ അദ്ദേഹം പറയുന്നു, എല്ലാ കാലത്തും ഗാന്ധിജി ഇങ്ങനെ തന്നെയായിരുന്നു എന്നൊരിക്കലും നിങ്ങൾ സങ്കല്പിച്ചു പോകരുത്. കാരണം ഗാന്ധിജി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ധനിക കുടുംബത്തിൽ തന്നെ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. അന്നൊക്കെ അദ്ദേഹം ആർഭാടത്തോടുകൂടി തന്നെയാണ് ജീവിച്ചു പോന്നത്. വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ അത്ര മിടുക്കനൊന്നുമായിരുന്നില്ല ഗാന്ധിജി. അദ്ദേഹം പഠിക്കുന്ന സ്കൂളിൽ 34 കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിൽ 32ാമത്തെ സ്ഥാനം മാത്രമായിരുന്നു ഗാന്ധിജിക്കുണ്ടായിരുന്നത്. അതിൽ തന്നെ 1-2 വിഷയത്തിൽ 0 മാർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഇരുട്ടിനെ വളരെയധികം ഭയമായിരുന്നു ഗാന്ധിജിക്ക്. എന്നാൽ കാലചക്രം കറങ്ങി. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസത്തിന് മാറ്റമുണ്ടായി, ഗാന്ധിജിയുടെ മനോധൈര്യത്തിൽ മാറ്റമുണ്ടായി. അങ്ങനെ ബ്രിട്ടീഷുകാരുമായി പോരാടുന്ന സമയത്ത് ഗാന്ധിജി എന്ന വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഏതോ ഒരു ഭൂതത്തെ കാണുമ്പോഴുണ്ടാകുന്ന പ്രതീതിയിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കണ്ട് ഭയക്കാൻ വരെ തുടങ്ങി. മാത്രവുമല്ല, ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ധാരാളം വസ്ത്രങ്ങളുമായിട്ടാണ് പോയത്. ചെറുപ്പത്തിലൊക്കെ മനോഹരമായ നീളത്തിലുള്ള ഷർട്ടുകളും അതുപോലെ തന്നെ തലയിൽ മനോഹരമായ ഗാന്ധി തൊപ്പിയുമൊക്കെ ധരിച്ചുകൊണ്ട് സ്കൂളിലെ കുട്ടികൾ കൊണ്ടുപോകുന്ന സ്കൂൾ ബാഗിനെ പോലെ പ്രത്യേകമായ ഒരു സഞ്ചി തൻ്റെ ചുമലിലൂടെ ധരിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടുന്ന സമയത്തൊക്കെ അദ്ദേഹം തൻ്റെ മനസ്സിനുണ്ടായ മാറ്റം കാരണത്താൽ ഏകദേശം ഒരു വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പലരുമായിട്ട് സമ്പർക്കം പുലർത്തിയതും അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുമായിട്ട് പോരാടിയതും. എന്നാൽ ഇംഗ്ലണ്ടിലേക്ക് പോയ സമയത്ത് ധാരാളം വസ്ത്രങ്ങൾ കൊണ്ടുപോയി എന്ന് നാം ചർച്ച ചെയ്തു. അതുപോലെ അതിനുശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ അദ്ദേഹം ഷർട്ടും അതുപോലെ തന്നെ ലുങ്കിയുമാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞുകൊണ്ട് ഭാരതത്തിലേക്ക് തിരിച്ചു വന്ന് ഒരിക്കൽ UPയിലെ മധുരൈ എന്ന സ്ഥലത്തേക്കൊരു പ്രത്യേക പ്രഭാഷണത്തിന് വേണ്ടി പോവുകയായിരുന്നു ഗാന്ധിജി. ആ സമയത്ത് വഴിയരികിൽ ഒരു കുളത്തിൽ നിന്ന് ഒരു സ്ത്രീ കുളിക്കുന്ന രംഗം കാണുകയാണ്. അവർ ചെയ്യുന്നത് എന്താണ്? താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ പാതി ഭാഗം അവിടെ അലക്കുകയാണ്. എന്നിട്ട് അലക്കിയ ഭാഗത്തെ ധരിച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗത്തെ അലക്കിക്കൊണ്ടിരിക്കുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥ. ഗാന്ധിജി ചിന്തിച്ചു പോയി, ഭാരതത്തിലുള്ള ഭൂരിഭാഗം ആളുകളും ഇതുപോലെ കഴിക്കാനോ ധരിക്കാനോ ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ശരിക്കും മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. അന്നു മുതൽ ഗാന്ധിജി എടുത്ത തീരുമാനമാണ്, ഇന്നു മുതൽ എനിക്കിനി ഒരു വസ്ത്രം മാത്രം മതി എന്ന്. അന്നു മുതലാണ് ഗാന്ധിജിയെ നമുക്ക് ഈ രൂപത്തിൽ കാണാൻ സാധിച്ചത്. മാത്രമല്ല, ഗാന്ധിജി എഴുതുമ്പോൾ മനോഹരമായ പേനകൾ കൊണ്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. മഷി നിറക്കുന്ന വളരെ മനോഹരമായി എഴുതാൻ പറ്റുന്ന വില കൂടിയ പേന കൊണ്ട് എഴുതിയ ഗാന്ധിജി ഒരിക്കൽ എഴുതാനായി ശ്രമിക്കുമ്പോൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് പേന കാണാതാവുകയാണ്. ആരോ മോഷ്ടിച്ചിരിക്കുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുമ്പോഴാണ്
ഒരു ചെറിയ കുട്ടി ഗാന്ധിജിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഗാന്ധിജിയോട് പറഞ്ഞു, ബാബ ഇസിസെ ലിഖിയെ, ഇതുകൊണ്ട് എഴുതിക്കോളൂ, ഇതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഗാന്ധിജി ആ കുട്ടിയെ വാത്സല്യത്തോടു കൂടി നോക്കുകയും ആ പെൻസിൽ വാങ്ങിക്കൊണ്ട് എഴുതി നോക്കുകയും ചെയ്തു. അദ്ദേഹം ചിന്തിച്ചു, എത്ര മനോഹരമായിട്ട് എഴുതാൻ സാധിക്കുന്നു ഇതുകൊണ്ട്. മാത്രവുമല്ല, മഷി നിറക്കുന്നത് പോലുള്ള വയ്യാവേലികളോ പ്രയാസങ്ങളോ ഈ പെൻസിലിന് ഇല്ലതാനും. അങ്ങനെ അദ്ദേഹം പെൻസിൽ കൊണ്ട് എഴുതാൻ തുടങ്ങി. എഴുതി എഴുതി ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയിക്ക് വരെ അദ്ദേഹം കത്തെഴുതിയത് പെൻസിൽ കൊണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ വീണ്ടും ഗാന്ധിജി മുന്നോട്ട് പോകുന്നു. ഗാന്ധിജി എവിടെ നിന്ന് എന്ത് നന്മ കണ്ടാലും അത് സ്വീകരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിജി അപരിഗ്രഹ് എന്ന ഒരു സിസ്റ്റത്തെ സ്വീകരിച്ചു. ആവശ്യമില്ലാതെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കുക എന്ന ഒരു സിദ്ധാന്തം. ജീവിതത്തിൽ ആവശ്യത്തെക്കാൾ ഉപരി അത്യാവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുക എന്ന ഒരു സിദ്ധാന്തത്തെയായിരുന്നു ഗാന്ധിജി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ വട്ടമേശ സമ്മേളനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയ സമയത്ത് പോലും എത്ര തണുപ്പുള്ള അന്തരീക്ഷമായിട്ടും വളരെ ചുരുങ്ങിയ വസ്ത്രങ്ങളുമായിട്ടാണ് ഗാന്ധിജി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള ആ വട്ടമേശ സമ്മേളനത്തിൽ പോലും അല്പവസ്ത്രധാരിയായിക്കൊണ്ട് ഗാന്ധിജി അവിടെ എത്തിയത് വളരെയധികം ശ്രദ്ധേയമായിരുന്നു. അങ്ങനെയുള്ള മനോഹരമായ സംഭവങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് സ്വയം പ്രകാശ് എന്ന ലേഖകൻ പറഞ്ഞു തരുന്നത്. ആ പാഠഭാഗം എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചാപ്റ്ററിന്റെ ഹെഡിങ് ഗാന്ധിജി കൈസെ ബനെ. ഗാന്ധിജി എങ്ങനെയാണ് ഗാന്ധിജിയായി തീർന്നത്? ഇന്ന് നാം കാണുന്ന ഗാന്ധിജിയുടെ രൂപത്തിലേക്ക് ഗാന്ധിജി ആയിത്തീർന്നത് എങ്ങനെയാണ്? അപ്പോൾ ഗാന്ധിജി കാലങ്ങൾക്ക് മുന്നേ അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ രൂപമാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ വിശദീകരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് സ്വയം പ്രകാശ് എന്ന ലേഖകൻ. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ലേഖനമാണ് ഈ ചാപ്റ്റർ. നോക്കൂ, ആദ്യ പാരഗ്രാഫിൽ ലേഖകൻ നമ്മോട് ചിലത് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ക്യാ തും ഏക് ഐസെ ഗാന്ധിജി കി കൽപ്പന കർ സക്തേ ഹോ. നമ്മോട് ചോദിക്കുകയാണ്, സക്തേ ഹോ, സക്ന എന്ന ക്രിയ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ സബ്ജക്റ്റിൻ്റെ കൂടെ കോ എന്ന പ്രത്യയത്തിൻ്റെ അർത്ഥം ചേർത്ത് വായിക്കണം. തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് അർത്ഥം. പക്ഷേ സക്ന വരുമ്പോൾ നിങ്ങൾ എന്ന അർത്ഥം വെച്ചാൽ പോരാ. തും എന്നതിൻ്റെ കൂടെ കോ എന്ന പ്രത്യയത്തിൻ്റെ അർത്ഥം ചേർത്തുകൊണ്ട് വായിക്കണം. അപ്പോൾ തും എന്നതിനിക്ക് നിങ്ങൾക്ക് എന്നർത്ഥം വെക്കണം. അത് സക്ന വരുമ്പോൾ ഉള്ള പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കുക. ക്യാ തും, എന്താ നിങ്ങൾക്ക്? ഏക് ഐസെ ഗാന്ധിജിക്ക്, ഏക് ഒരു, ഐസെ ഗാന്ധിജിക്ക് കൽപ്പന കർ സക്തേ ഹോ, അങ്ങനെ ഒരു ഗാന്ധിജിയെ കൽപ്പന കർ സക്തേ ഹോ, സങ്കൽപ്പിക്കാൻ സാധിക്കുമോ? എങ്ങനെ? ജിനോംനെ, അദ്ദേഹം, ആ ഗാന്ധിജി, കുർത്ത പൈജാമ പെഹൻ റക്കാ ഹോ, ഷർട്ടോ അല്ലെങ്കിൽ പൈജാമയോ ഒക്കെ ധരിച്ച രീതിയിൽ. നാം ഓർമ്മ വെച്ച നാൾ മുതൽ ഗാന്ധിജിയെ കണ്ടിട്ടുള്ളത് ഷർട്ട് ധരിക്കാത്ത രീതിയിലാണ്. എന്നാൽ ഷർട്ടും പൈജാമയും ഒക്കെ ധരിച്ചിരിക്കുന്ന ഒരു ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ? മാത്രവുമല്ല, ജിൻകെ പാവുമേ, അദ്ദേഹത്തിൻ്റെ കാലുകളിൽ ചപ്പൽ, ചെരിപ്പുകളുമുണ്ട്. അതുപോലെ തന്നെ സർ പർ, അദ്ദേഹത്തിൻ്റെ തലയിൽ, ഖൂബ് സാരെ ബാൽ, ധാരാളം മുടികൾ. മാത്രമല്ല ഉൻപർ, ആ മുടികളുള്ള തലയിൽ, ഗാന്ധി ടോപ്പി ഹോ, ഗാന്ധി തൊപ്പിയും ഉണ്ട്. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഗാന്ധിജിയെ സങ്കല്പിക്കാൻ സാധിക്കുമോ? മാത്രവുമല്ല, ജിനോംനെ, അദ്ദേഹം, ബച്ചോം കെ സ്കൂൾ ബാഗ് കി തര, കുട്ടികളുടെ സ്കൂൾ ബാഗ് പോലുള്ള, കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗ്, അതുപോലെയുള്ള സഞ്ചി. അങ്ങനെ ഗലേമേം, കഴുത്തിൽ, ജ്വാല, ഒരു പ്രത്യേകമായ ബാഗ്, ഡാങ് റക്കാഹോ, തൂക്കിയിട്ടിരിക്കുന്നു. ആ രൂപത്തിൽ നിങ്ങൾക്ക് ഗാന്ധിജിയെ സങ്കല്പിക്കാൻ സാധിക്കുമോ? കുട്ടികൾ ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ പുറത്ത് ബാഗ് തൂക്കാറുണ്ട്, അല്ലെങ്കിൽ തൻ്റെ ചുമലിലൂടെ ഒരു പ്രത്യേകമായ ഒരു ബാഗ്, സഞ്ചി എന്നൊക്കെ പറയും. അതും ആ രീതിയിലുള്ള വേഷമൊക്കെ നിങ്ങൾ ഗാന്ധിജിയിൽ നിന്ന് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതെ. എന്നാൽ അദ്ദേഹം തന്നെ പറഞ്ഞു തരികയാണ്, നമ്മുടെ ലേഖകൻ പറഞ്ഞു തരുന്നു, അതെ,
ഗാന്ധിജി ഗാന്ധിജി ജയ്സെ എങ്ങനെയാണോ ഫോട്ടോമേം ദിക്തേ ഹെ, നമ്മളൊക്കെ ഫോട്ടോയിൽ കാണാറുള്ളത്. ഗാന്ധിജിയെ ഏതൊക്കെ രൂപത്തിലാണോ നമ്മൾ ഫോട്ടോയിൽ കാണാറുള്ളത്, വൈസെ അങ്ങനെ അതേ രൂപത്തിൽ, ഹമേഷാസെ എല്ലാ കാലത്തും എല്ലാ സമയത്തും, നഹി ഥേ ആയിരുന്നില്ല. നമ്മൾ ഇന്ന് ഫോട്ടോയിൽ കാണുന്ന ആ രൂപത്തിൽ എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നില്ല. വേ അദ്ദേഹം ധീരെ ധീരെ പതുക്കെ പതുക്കെ ഗാന്ധി ബനെ, ഇന്ന് നാം കാണുന്ന അല്ലെങ്കിൽ ഫോട്ടോയിൽ കാണുന്ന ഗാന്ധിയായി തീർന്നതാണ്. കേസെ അതെങ്ങനെയാണ്, ആ സംഭവത്തെ പറയുകയാണ്. ബച്പൻ മേം കുട്ടിക്കാലത്ത്, ഗാന്ധിജിക്ക് അന്ധേരെ സെ ഇരുട്ടിനോട്, ഡർ ലഗ്താ ഥാ ഭയം തോന്നുമായിരുന്നു. ഇരുട്ടുള്ള സമയത്ത് ഗാന്ധിജിക്ക് വല്ലാത്ത പേടിയായിരുന്നു. ഉനേം അദ്ദേഹത്തിന്, വേ പ്ലസ് കോ, ഉൻകോ എന്നും ഉനേം എന്നും പറയും. അദ്ദേഹത്തിന് ലഗ്താ ഥാ തോന്നുമായിരുന്നു, കോയി ഏതോ, ഭൂത് ഒരു ഭൂതം, ആക്കർ വന്നിട്ട്, ഉനേം അദ്ദേഹത്തെ, പക്കഡ് ലേഖ പിടിക്കും എന്ന ഒരു ഭയം. ഉനേം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്നും അദ്ദേഹത്തെ എന്നും അർത്ഥം വരുന്നുണ്ട്. അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകും, ഇരുട്ടത്ത് നിന്നാൽ ഭൂതം വന്ന് പിടിക്കുമെന്നുള്ള ഒരു ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നുവെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, അദ്ദേഹം വലിയ കുട്ടിയായ സമയത്ത്, വലിയ ഒരു വ്യക്തിയായ സമയത്ത്, ബഡേ ഹോക്കർ വലുതായപ്പോൾ, വേ അദ്ദേഹം ഖുദ് സ്വയം തന്നെ, ഐസേ ഹോഗയെ അങ്ങനെയായി തീർന്നു. എങ്ങനെ, കി എങ്ങനെയെന്നാൽ, അംഗ്രേസ് ഹുക്കൂമത്ത്, ഹുക്കൂമത്ത് എന്ന ഭരണകൂടം എന്നാണ്. അംഗ്രേസ് ഹുക്കൂമത്ത് ഇംഗ്ലീഷ് ഭരണകൂടം, ഉൻസേ അദ്ദേഹത്തെ, ഡർനെ ലഗി ഭയക്കാൻ തുടങ്ങി. കുട്ടിക്കാലത്ത് ഇരുട്ടത്ത് നിന്നാൽ പോലും ഭയക്കുന്ന ഗാന്ധിജി, ആ ഗാന്ധിജി വലുതായപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം തന്നെ അദ്ദേഹത്തെ കണ്ട് ഭയക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാനോ നമുക്ക് തോന്നും, വേ അദ്ദേഹം, ആ ഗാന്ധിജി, കോയി ഭൂത് ഹോ ഏതെങ്കിലും ഒരു ഭൂതമാണോ, അല്ലെങ്കിൽ ഒരു ഭൂതത്തെ കണ്ടാൽ നമ്മൾ എത്രത്തോളമാണോ ഭയക്കുന്നത്, അതുപോലെ ഗാന്ധിജിയെ കാണുമ്പോൾ ബ്രിട്ടീഷുകാർ ഭയക്കുമായിരുന്നു. ജബ് എപ്പോഴാണോ ഉനേം അദ്ദേഹത്തെ കാഠിയാവാഡ് ഹൈസ്കൂൾ മേം പെഹലി കക്ഷാമേം, കാഠിയാവാഡിലെ ഹൈസ്കൂളിൽ, പെഹലി കക്ഷാമേം ഒന്നാം ക്ലാസ്, അവിടുത്തെ ആദ്യത്തെ ക്ലാസ് എന്നാണ്, അവിടുത്തെ ഒന്നാം ക്ലാസ്സിൽ, ഭർത്തി കരായ ഗയ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഭർത്തി കർണ അഡ്മിറ്റ് ചെയ്യുക, അഡ്മിഷൻ നൽകുക, അവിടെ പ്രവേശിപ്പിച്ചത്. തബ് അപ്പോൾ, ഉൻകി ഉമ്രധി അദ്ദേഹത്തിൻ്റെ പ്രായമായിരുന്നു, 11 സാൽ 11 വയസ്സ്. മാത്രമല്ല, ഉനേം അദ്ദേഹത്തെ, ജോ വിഷയ് പഠായേ ജാത്തേ ഥേ ഏതൊക്കെ വിഷയമാണ് അന്ന് പഠായേ ജാത്തേ ഥേ പഠിപ്പിക്കപ്പെടുമായിരുന്നത്, വേ അവ ആ വിഷയങ്ങളെ പറയുകയാണ്. അന്ന് അവിടെ ചേർന്ന സമയത്ത് അദ്ദേഹത്തെ ഏതൊക്കെ വിഷയങ്ങളാണോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. വേ ഥേ അവ ആയിരുന്നു, ഇതിഹാസ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ഭൂഗോളശാസ്ത്രം ജിയോഗ്രഫി, ഗണിത് മാത്തമാറ്റിക്സ്, അതുപോലെ അംഗ്രേസി ഇംഗ്ലീഷ്. ഈ വിഷയങ്ങളായിരുന്നു അന്ന് ആ സ്കൂളിൽ വെച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, സ്കൂൾ കി ഫീസ് ദി സ്കൂളിൻ്റെ ഫീസായിരുന്നു, പഠിക്കാൻ പണം നൽകണമായിരുന്നു. അങ്ങനെ അന്ന് പഠിക്കാനുള്ള ഫീസായിരുന്നു 8 ആനെ 8 അണ പ്രതിമാഹ് ഓരോ മാസവും. 8 അണ എന്ന് പറയുമ്പോൾ 50 പൈസയാണ് എന്ന് മനസ്സിലാക്കുക, അന്നത്തെ കാലഘട്ടമാണ്. അപ്പോൾ 8 അണക്ക് ഓരോ മാസവും 8 അണ നൽകണമായിരുന്നു. യാനി അതായത് 50 പൈസ, 50 പൈസ ഹർ മഹീനെ ഓരോ മാസവും നൽകണമായിരുന്നു. പെഹലി പരീക്ഷാമേം ആദ്യത്തെ പരീക്ഷയിൽ, ഗാന്ധിജി 34 ബച്ചോ മേം സെ ആദ്യത്തെ പരീക്ഷ നടന്നപ്പോൾ ഗാന്ധിജി 34 ബച്ചോ മേം സെ കുട്ടികളിൽ നിന്ന് 32 സ്ഥാൻ പർ രഹേ 32ാമത്തെ സ്ഥാനത്ത് ആയിട്ടുണ്ടായിരുന്നു. നോക്കണം, നമ്മുടെ ഗാന്ധിജി എല്ലാ സമയത്തും ഒരുപോലെ ആയിരുന്നു എന്നതിൻ്റെ ഒരു രൂപമാണ്. പല സമയത്തും പല രൂപത്തിലായിരുന്നു.
കുട്ടിക്കാലത്ത് വലിയ പഠിപ്പിസ്റ്റൊന്നും ആയിരുന്നില്ല ഗാന്ധിജി എന്നാണ്. അന്ന് 34 കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ 32ാമത്തെ സ്ഥാനം, 32ാമത്തെ റാങ്കായിരുന്നു ഗാന്ധിജിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല ദോ വിഷയോമേം, അതിൽ 2 വിഷയങ്ങളിലാണെങ്കിൽ ഉനേം അദ്ദേഹത്തിന് 0 മില, 0 മാർക്കാണ് ലഭിച്ചത്. വട്ടപൂജ്യം മാർക്കാണ് 2 വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാലങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഗാന്ധിജി ശരിക്കും പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിൽ വെച്ച് ഏകദേശ പഠനമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഉപരിപഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. നോക്കൂ, ഇംഗ്ലണ്ട് പഠനേ ഗയേത്തോ, ഇംഗ്ലണ്ടിലേക്ക് പഠനേ ഗയേത്തോ പഠിക്കാൻ പോയപ്പോൾ ഉൻകെ ലിയെ, അദ്ദേഹത്തിനു വേണ്ടി ഖൂബ് സാരേ കപ്പടേ, വളരെയധികം ധാരാളം വസ്ത്രങ്ങൾ സിൽവായെ ഗയെ, തയ്പ്പിക്കപ്പെട്ടു, അദ്ദേഹത്തിനായി സ്റ്റിച്ച് ചെയ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ ധാരാളം ഡ്രസ്സുകളാണ് തയ്പ്പിക്കപ്പെട്ടത്. ദക്ഷിൺ ആഫ്രിക്കാമേയും, അങ്ങനെ പിന്നെ മറ്റൊരു സമയം പറയാണ്, ദക്ഷിണാഫ്രിക്കയിൽ കുർത്ത ധോത്തി പെഹനിനെലകെ, ഷർട്ടും അതുപോലെ തന്നെ ലുങ്കിയും പെഹനിനെലകെ ധരിക്കാൻ തുടങ്ങി. നോക്കണം, ഗാന്ധിജി എത്രത്തോളം ആർഭാടകരമായിട്ടാണ് അന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ സമയത്തൊന്നും ഗാന്ധിജി എളിമ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഭാരത് ആയേത്തോ, ഭാരതത്തിലേക്ക് വന്നപ്പോൾ ഏക് ബാർ, ഒരിക്കൽ മധുരൈ എന്ന സ്ഥലത്തേക്ക് ഗയെ പോയി. എന്തിനു വേണ്ടി? ഭാഷൺ ദേനെ, ഒരു പ്രസംഗം നടത്താൻ. വഹാം, അവിടെ, ആ പോകുന്ന സ്ഥലത്ത് ഏക് ഔറത്ത് കോ, ഒരു സ്ത്രീയെ ദേഖ, അദ്ദേഹം കണ്ടു. ജോ, അവൾ താലാബുമേം, ഒരു കുളത്തിൽ, അപ്നി ധോത്തി, തൻ്റെ ഡ്രസ്സ് ലുങ്കി, ധോ രഹീഥി, അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലേക്കിൻ, പക്ഷേ, കേസെ, എങ്ങനെയായിരുന്നു അലക്കുന്നത്? ആ ഒരു രംഗം കണ്ടതോടു കൂടിയാണ് ഗാന്ധിജി സത്യത്തിൽ എളിമയുടെ ജീവിതം ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ആധി പെഹൻതീതി, ആധി എന്ന് പറഞ്ഞാൽ പകുതി, ഹാഫ്. ആദി പെഹൻതീതി, അലക്കുന്ന ഡ്രസ്സിൻ്റെ പാതി അവൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഓർ ബാക്കി ആധി, ബാക്കിയുള്ള പാതി ഭാഗം ദോ തീതി, അവർ അലക്കുന്നുണ്ടായിരുന്നു. ഫിർ, പിന്നീട് ധുലി ഹുയിക്കോ, അലക്കിയ ഭാഗത്തെ, പെഹൻ ലേത്തീതി, ധരിക്കുമായിരുന്നു. പിന്നീട് ശേഷ് കോ, ശേഷിക്കുന്ന ഭാഗത്തെ, ധോത്തീതി, അലക്കുകയും ചെയ്യുമായിരുന്നു. ധോന എന്ന് പറഞ്ഞാൽ അലക്കുക എന്നാണ്, അതിൽ നിന്ന് വരുന്ന രൂപമാണ് ധോത്തീതി. എന്നാൽ ധോത്തി എന്ന് പറഞ്ഞാൽ ലുങ്കി എന്ന അർത്ഥവുമുണ്ട്, ഇത് മാറിപ്പോകരുത്. ഉസ്കി ഹാലത്ത് ദേഖ് കർ, അവളുടെ ഈ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജിയുടെ ഭീതർ തക്ക്, ഉള്ളം വരെ എന്ന് പറഞ്ഞാൽ ഹൃദയം, ഹിൽ ഗയെ, ഒന്ന് പിടഞ്ഞു, ഒന്ന് ഇളകി. ബസ്, മതി. ഉസി സമയ, അതേ സമയത്ത്, ഉനോംനെ, അദ്ദേഹം, ഫൈസലാ കർ ലിയ, ഉടനെ തന്നെ ഒരു തീരുമാനമെടുത്തു. ആ സമയത്ത് വെച്ച് ധാരാളം വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് പോകുന്ന അദ്ദേഹം ആ സമയത്ത് തീരുമാനമെടുത്തു. കി എന്തെന്നാൽ അബ്, ഇനി, സിർഫ്, കേവലം, ഏക് ധോത്തിഹി, ഒരു ലുങ്കി വസ്ത്രം മാത്രമേ, പെഹനൂങ്ക, ഞാൻ ധരിക്കുകയുള്ളൂ. ബാദമേ, പിന്നീട് ഗോൾ മേസ് സമ്മേളൻ കെലിയെ, വട്ടമേശ സമ്മേളനത്തിന് വേണ്ടി ലണ്ടൻ ഗയെ, ലണ്ടനിലേക്ക് പോയി. വഹാം തോ, അവിടെ, ഖൂബ് സർദി, നല്ല ധാരാളം, ഖൂബ് എന്ന് പറഞ്ഞാൽ വളരെയധികം എന്ന അർത്ഥത്തിലാണ്. സർദി പടുത്തി ഹെ, വളരെയധികം തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു. തോ, എന്നാൽ വഹാം കെ ബച്ചെ, അവിടുത്തെ കുട്ടികൾ, പൂച്ച് തേദേ, ചോദിക്കുമായിരുന്നു ഗാന്ധിജിയോട്, ബാബ തുമാരി പത്ലൂൻ കഹാം ഗയി, നിങ്ങളുടെ പാൻറ് കഹാം ഗയി, എവിടെ പോയി? ഗാന്ധിജി ആദ്യമൊക്കെ ഇംഗ്ലണ്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് പാൻറ്റാണ് ധരിച്ചിരുന്നത്. എന്നാൽ കാലങ്ങൾക്ക് ശേഷം അങ്ങോട്ട് ചെന്ന ഗാന്ധിജി ഒരു
ലുങ്കി മാത്രം ധരിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. ആ സമയത്താണ് ചോദിക്കുന്നത്, പത്ലും കഹാം ഗയി, നിങ്ങളുടെ പാൻറ് എവിടെ പോയി? ഗാന്ധിജി ഉനേം കോയി ജവാബ് നഹി ദേത്തേ ദേ, അവർക്ക് കോയി ജവാബ്, യാതൊരു മറുപടിയും നഹി ദേത്തേ ദേ, നൽകുമായിരുന്നില്ല. അവർ ചോദിക്കുമ്പോൾ അവരോടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ബസ് ഹസ്കർ റഹ് ജാത്തേ ദേ, ഇത്രമാത്രം. ഹസ്കർ റഹ് ജാത്തേ ദേ, അവരെന്തു ചോദിച്ചാലും ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ലേക്കിൻ പക്ഷേ ജബ് എപ്പോഴാണോ റാണി സെ മിൽനെ ഗയേത്തോ, അവിടുത്തെ റാണിയെ കാണാനായിട്ട് ഗയേത്തോ പോയത്, ആ പോയ സമയത്ത് റാണി കെ ദർബാർ മേ, റാണിയുടെ കൊട്ടാരത്തിൽ, ഐസെ ജാനാത്തോ, ഈ രീതിയിൽ പോകുന്നത്, ശരിക്ക് ഷർട്ടുമൊന്നും ധരിക്കാതെ ഇങ്ങനെ പോകുന്നത്, അദബ് ഖായിദയ്ക്ക് ഖിലാഫ് ഥ, അത് റെസ്പെക്റ്റിനെതിരാണ്, മര്യാദക്കെതിരാണ്, അതൊരു ശരിയായ രൂപം അല്ല. അതിന് ഖിലാഫ് എന്ന് പറഞ്ഞാൽ എതിരെ എന്ന. അദബ് ഖായിദയ്ക്ക് ഖിലാഫ് ദ, ഇത് മര്യാദക്ക് അല്ലെങ്കിൽ ഇതൊരു ആദരവിന് എതിരാണ് എന്ന് അവർ സൂചിപ്പിച്ചു. എന്നാൽ കിസിനെ പൂച്ച, ആരോ ചോദിച്ചു, കി എന്തെന്നാൽ ഇതിനെ കം കപടോമേം, ഇത്ര കുറഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, ദർബാർമേം, ആ രാജസദസ്സിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആ ചർച്ച നടക്കുന്ന ഭാഗത്തേക്ക്, കേസെ ജാओगे, എങ്ങനെ നിങ്ങൾ പോകും? എന്നാൽ ബോലെ പറഞ്ഞു, ഗാന്ധിജി പറഞ്ഞു, ഫിക്കർ മത് കരോ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. തുമാരെ രാജാനെ, നിങ്ങളുടെ രാജാവ്, ഹം ദോനോം കെ ബരാബർ കപ്പടെ, ഹം ദോനോം കെ ബരാബർ കപ്പടെ, നമ്മൾ രണ്ടുപേർക്കും തുല്യമായി ധരിക്കാൻ പറ്റുന്ന അത്രയും വസ്ത്രം, അഖേലഹി, ഒറ്റയ്ക്ക് തന്നെ, പെഹൻ റഖേ ഹോങ്കെ, ധരിച്ചിട്ടുണ്ടാകും. എനിക്ക് വസ്ത്രമില്ലാത്തതിൽ താങ്കൾ ഭയക്കേണ്ടതില്ല. നിങ്ങൾക്കും എനിക്കും ധരിക്കാനുള്ള അത്രത്തോളം വസ്ത്രം രാജാവ് ഒറ്റയ്ക്ക് തന്നെ ധരിച്ചിട്ടുണ്ടാകും. ഇനി എനിക്ക് ആവശ്യം വന്നാൽ ഞാൻ രാജാവിനോട് വാങ്ങിക്കോളാം എന്ന രീതിയിൽ ഒരു ചെറിയ തമാശ രൂപത്തിലാണ് ഗാന്ധിജി പ്രതികരിച്ചത്. ഗാന്ധിജി ലിഖ്തേ, ഗാന്ധിജി എഴുതുമായിരുന്നു. ഏക് ബഡിയ പെൻസെ, വളരെ ബെസ്റ്റ്, ഏറ്റവും നല്ല പേന കൊണ്ടായിരുന്നു ഗാന്ധിജി എഴുതുമായിരുന്നത്. വഹ് പെൻ, ആ പേന, ഏക് ദിൻ, ഒരു ദിവസം, ചോരി ചലാഗയ, മോഷണം പോയി, ആരോ അത് മോഷ്ടിച്ചു, കളഞ്ഞുപോയി. ലിഖ്നെ ബൈറ്റെ, അദ്ദേഹം എഴുതാനായിട്ടിരുന്നു. और पाया कि पेन तो है ही नहीं, എഴുതാനായിട്ട് അദ്ദേഹം ഇരുന്നു. ആ സമയത്ത് അദ്ദേഹം പേന നഷ്ടപ്പെട്ടത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ പായ, അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞാൽ എവിടെയാണോ പേന വെച്ചത് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കണ്ടു. എന്ത് കണ്ടു? പേന അവിടെ ഇല്ല എന്നത് കണ്ടു എന്നാണ്. എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ പേന കാണുന്നില്ല. പായ കണ്ടു കി എന്തെന്നാൽ പെൻ തോ ഹേ ഹി നഹി എന്ന് പറഞ്ഞാൽ പേന അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, അവിടെ കാണാനേ ഇല്ലായിരുന്നു. എന്ത് സംഭവിച്ചെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പെൻ തോ ഹി ഹേ ഹി നഹി, പേന ഉണ്ടായിരുന്നേയില്ല. ഉസി സമയം, ആ സമയത്ത് അദ്ദേഹം വിഷമിക്കുകയാണ്. അപ്പോൾ ഏക് ബച്ചേനെ, ഒരു കുട്ടി, അപ്പിനി പെൻസിൽ ദേദി, വളരെ മനോഹരമായ പേന കൊണ്ട് എഴുതിയ ഗാന്ധിജിക്ക് ഒരു ചെറിയ കുട്ടി വന്നിട്ട് തൻ്റെ കയ്യിലുള്ള പെൻസിൽ ദേദി നൽകി. കി എന്തെന്നാൽ എന്ന് നൽകിക്കൊണ്ട് പറഞ്ഞാണ്, ലോ പിടിക്കൂ ബാബ, ഇസ് സെ ലിഖ്ലോ, നിങ്ങൾക്ക് പേനയില്ലെങ്കിൽ ഇസ് സെ ലിഖ്ലോ, ഇതുകൊണ്ട് നിങ്ങൾ എഴുതിക്കോളൂ. ഉനോമ്നെ, അദ്ദേഹം ലിഖ് കർ ദേഖ, പെൻസിൽ കൊണ്ടൊന്ന് എഴുതി നോക്കി. കി എന്തെന്നാൽ അരെ വാ, അദ്ദേഹം സന്തോഷത്തോടെ പറയുകയാണ്, അരെ വാ, ഇസ് സേ തോ, ഈ പെൻസിൽ കൊണ്ട് അച്ഛാ ലിഖ് ജാത്താ ഹെ, നല്ല പോലെ, അല്ലെങ്കിൽ ഈ പെൻസിൽ നല്ല പോലെ എഴുതുന്നു, ഇതുകൊണ്ട് നന്നായിട്ട് എഴുതാൻ സാധിക്കുന്നു. മാത്രവുമല്ല और സ്യാഹി വഗേറ ഭർനെ കാ ഝഞ്ചട്ട് ബി നഹി, പ്രത്യേകം പറയുന്നത് സ്യാഹി വഗേറ, മഷി പോലുള്ളത്, ഭർനെ കാ ഝഞ്ചട്ട്, ഗാന്ധിജി
ശരിക്ക് എഴുതിയിരുന്നത് പണ്ട് മഷി നിറക്കുന്ന പേന കൊണ്ടായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ മഷി കഴിയുമ്പോൾ വീണ്ടും അതിലേക്ക് നിറക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ഗാന്ധിജി ചിന്തിക്കുന്നത് ഈ പെൻസിൽ കൊണ്ട് നല്ലപോലെ എഴുതാൻ പറ്റുന്നുണ്ട്, മാത്രവുമല്ല ഇതിലേക്ക് മഷി പോലത്തത് നിറക്കേണ്ട ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് പറയുന്നത്. സ്യാഹി വഗേറ മഷി പോലുള്ളവ ഭർനേക്ക നിറക്കാനുള്ള ഝഞ്ചഡ് ബി നഹി, ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ല. തോ എന്നാൽ തൈ കർലിയ, അതോടുകൂടി ഗാന്ധിജി അങ്ങ് തീരുമാനിച്ചു. കി എന്തെന്നാൽ അബ് ഇനി പെൻസിൽ സേഹി, പെൻസിൽ കൊണ്ട് മാത്രമേ ലിഖെങ്കെ എഴുതുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. ഇന്ന് മുതൽ ഇനി ഞാൻ പെൻസിൽ കൊണ്ടാണ് എഴുതുക. ഇതൊക്കെ ഗാന്ധിജിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളുടെ ചില പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നത്. മാത്രമല്ല പെൻസിൽ സേ, പെൻസിൽ കൊണ്ട് ഉനോംനെ അദ്ദേഹം പഹലി ചിട്ടി, ആദ്യത്തെ ലെറ്റർ കിസെ ലിഖി ജാൻതെ ഹോ, ആർക്കാണ് എഴുതിയതെന്ന് ജാൻതെ ഹോ, നിങ്ങൾക്കറിയുമോ? ഭാരത് കെ വൈസ്രോയിക്കോ, അന്നത്തെ ഇന്ത്യൻ വൈസ്രോയിക്കായിരുന്നു പെൻസിൽ കൊണ്ട് അദ്ദേഹം കത്തെഴുതിയത്. ലിഖ്തെ ലിഖ്തെ, അങ്ങനെ എഴുതി എഴുതി പെൻസിൽ ചോട്ടി ഹോ ജാതി തോ, പെൻസിൽ ചെറുതായി തീർന്നപ്പോൾ ഉസ് പർ, ആ പെൻസിലിൽ കാഗസ് കി ഭോംഗ്ലി ലഗാക്കർ, കടലാസ് കൊണ്ടുള്ള പേപ്പർ കൊണ്ടുള്ള പ്രത്യേകമായ ഒരു ഭോംഗ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ പി എന്ന് പറയാറുണ്ട്, പി ഉണ്ടാക്കുക എന്ന് പറയാറുണ്ട്. പേപ്പറൊക്കെ ചുരുട്ടി വെച്ചുകൊണ്ട് നീളമില്ലാത്ത പെൻസിലിൻ്റെ ഭാഗത്ത് പേപ്പർ ചുരുട്ടി അതിൻ്റെ പിറകിൽ ഫിറ്റ് ചെയ്ത് അത്യാവശ്യം നീളമുണ്ടാക്കുന്ന ഒരു രീതിയാണ്. അതാണ് പെൻസിൽ ചുരുട്ടിക്കൊണ്ട് അതുകൊണ്ടൊരു ഭോംഗ്ലി ഉണ്ടാക്കി ധാഗേസെ, നൂല് കൊണ്ട് ഭാന്തിലേത്തെ, ആ പെൻസിലിൻ്റെ പിറകെ ഈ ഭോംഗിലി വെച്ചുകൊണ്ട് നൂല് കൊണ്ട് കെട്ടുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം എഴുതും. ദർ അസൽ, യഥാർത്ഥത്തിൽ ഇൻ സബ് കെ പീച്ചെ, ഈ ചെയ്തതിൻ്റെ പിറകെ, ഈ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പുതിയതായിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, നമ്മൾ പൂർണ്ണമായ വസ്ത്രം ധരിച്ച് നടന്ന അദ്ദേഹം വസ്ത്രം കുറച്ച് ധരിച്ചു. അതുപോലെ തന്നെ നല്ല മനോഹരമായ പേന കൊണ്ട് എഴുതി അദ്ദേഹം പെൻസിൽ കൊണ്ട് എഴുതാൻ തുടങ്ങി. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇൻ സബ് കെ പീച്ചെ, ഈ ചെയ്തതിൻ്റെ പിറകെ കോയി സനക് നഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് യാതൊരു ഭ്രാന്തോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു കാര്യം കൊണ്ടല്ല അദ്ദേഹം ചെയ്തത്. ബൽക്കി മറിച്ച് ഗാന്ധിജി കി എഹ് സോച്ച്തി, ഗാന്ധിജിയുടെ ചിന്ത ഇതായിരുന്നു. കി എന്തെന്നാൽ ജബ്, എപ്പോഴാണോ ആപ്കെ ദേശ് കെ അധികാംശ് ലോക്, താങ്കളുടെ, ഗാന്ധിജി സ്വയം ചിന്തിക്കുകയാണ്, താങ്കളുടെ രാജ്യത്തിലെ അധികാംശ ലോക്, ഭൂരിഭാഗം ആളുകളും, മെജോറിറ്റിയായ ആളുകളും ഗരീബ് ഹോത്തോ, പാവപ്പെട്ടവരായിരിക്കുന്നത്. ആ സമയത്ത് ആപ്കോ, താങ്കൾക്ക്, ഫിസൂൽ ഖർച്ചി ഔർ ദിഖാവ നഹി കർണ ചാഹിയെ, അദ്ദേഹം ഒരിക്കലും ഫിസൂൽ ഖർച്ചി, പാഴ്ചെലവ്, ആവശ്യമില്ലാത്ത ചിലവ്, അതുപോലെ ദിഖാവ, മറ്റുള്ളവരെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് പണം ചെലവഴിച്ചുകൊണ്ട് മറ്റുള്ളവർ കാണട്ടെ എന്ന രീതിയിൽ ആർഭാടമായിട്ട് നമ്മൾ ജീവിക്കാറുണ്ട്. ഇതെല്ലാം ഒരിക്കലും നഹി കർണ ചാഹിയെ, ചെയ്യരുത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. കാരണം ഈ പണം കിട്ടിയാൽ അതുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഒരുപാട് ഭൂരിഭാഗം ആളുകളും നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവരാണ്. അവരങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ വെറുതെയുള്ള പാഴ്ചെലവും അതുപോലെ മറ്റുള്ളവർ കാണട്ടെ എന്ന രീതിയിൽ ആർഭാടകരമായ രീതിയിലുള്ള ജീവിതവും ഒരിക്കലും ചെയ്യരുത് എന്ന് ഗാന്ധിജി ആ സമയത്ത് ചിന്തിക്കുകയാണ്. അഗർ, അഥവാ ആപ്, നിങ്ങൾ, താങ്കൾ, സച്ച് മുച്ച്, യഥാർത്ഥത്തിൽ അപ്നെ ദേശ് ഔർ ദേശവാസിയോം സെ, സ്വന്തം രാജ്യത്തെയും രാജ്യത്തിലുള്ളവരെയും പ്യാർ കർത്തേ ഹേ തോ, സ്നേഹിക്കുന്നു എങ്കിൽ, ആപ്കോ, താങ്കൾ, കം സേ കം, ഏറ്റവും മിനിമം, കാം ചലാന ചാഹിയെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമമായ പ്രവർത്തികൾ അല്ലെങ്കിൽ ചിലവ് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. കം സേ കമ്മേം കാം ചലാന ചാഹിയെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമമായ ചിലവ് കൊണ്ട് കാം ചലാന ചാഹിയെ, നിങ്ങളുടെ പ്രവർത്തികൾ, നിങ്ങളുടെ കാര്യം നടത്തണം, നിങ്ങളുടെ ചിലവ് മുന്നോട്ട് കൊണ്ടുപോകണം. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ, മിനിമം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അതായത് ആവശ്യത്തിനുമല്ല, അത്യാവശ്യത്തിന് മാത്രമേ നിങ്ങൾ ചെലവഴിക്കാവൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. മാത്രമല്ല സാദ്ഗി കാ മഹത്വം, എളിമയുടെ, സിംപ്ലിസിറ്റിയുടെ മഹത്വം, സമച്ഛന ചാഹിയെ, നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. എളിമയാർന്ന ജീവിതത്തിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുകയും വേണം.
ആപ് താങ്കൾ ബഡേ ബനേങ്കെ ഔർ കെഹ്ലായെങ്കെ. താങ്കൾ ബഡേ ബനേങ്കെ വലുതായിത്തീരും. ആ സമയത്ത് കെഹ്ലായെങ്കെ നിങ്ങൾ മറ്റുള്ളവരാൽ പറയപ്പെടുകയും ചെയ്യും. അത് അപ്പിനെ വിചാരോം സേ നിങ്ങളുടെ മഹത്തായ ചിന്തകൾ കൊണ്ടാണ്. നിങ്ങളുടെ ഏറ്റവും മഹത്വമേറിയ ചിന്തകളാണ്. നിങ്ങളുടെ അത്തരം രീതിയിലുള്ള ചിന്തകൾ വെച്ചുകൊണ്ടാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നിങ്ങളെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുക. അല്ലാതെ അപ്പിനെ കാംസേ നിങ്ങളുടെ ജോലി വെച്ചുകൊണ്ടോ, ന കി അതുപോലെ തന്നെ അപ്പിനെ കപ്പഡോംസേ നിങ്ങൾ ധരിച്ച വലിയ വസ്ത്രങ്ങൾ വെച്ചുകൊണ്ടല്ല നാളെയുള്ള ലോകം നിങ്ങളെക്കുറിച്ച് പറയുക. മറിച്ച് നിങ്ങളുടെ മഹത്തായ ചിന്തകൾ, നിങ്ങളുടെ മഹത്തായ ശൈലികൾ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് സമൂഹം നിങ്ങളെ നാളെ പ്രത്യേകം മറ്റുള്ളവരുടെ മുന്നിൽ പ്രശംസിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ എളിമയാർന്ന രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കുക. അത് ആർഭാടകരമാവാത്ത രീതിയിൽ മിനിമം ചെലവ് ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായി തീരാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞത്. ഏക് ബാർ ഒരിക്കൽ ഉൻകി പ്രാർത്ഥനാ സഭാമേം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സഭയിലേക്ക് കുച്ച് അമീർ ആദ്മി കുറച്ച് പണക്കാരായ വ്യക്തികൾ സജ് ധജ്കർ അണിഞ്ഞൊരുങ്ങി ആ ഗയത്തോ വന്നപ്പോൾ ഗാന്ധിജി ഉന്നേം അവരെ ഠാണ്ട് ദിയെ ശകാരിച്ചു. അദ്ദേഹത്തെ ശകാരിക്കാൻ കാരണം പ്രാർത്ഥനാ സഭയിലേക്ക് വലിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആർഭാടം കാണിക്കാൻ വേണ്ടി വന്നവരാണ്. ശരിക്കും അത്തരം സഭകളിലേക്കൊന്നും അങ്ങനെ രീതിയിൽ ധരിച്ചുകൊണ്ട് വരേണ്ടതില്ല. അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ്. മാന്യമായ ഒരു വസ്ത്രം ധരിച്ചാൽ മാത്രം മതി. മാത്രമല്ല ജൈൻ ധർമ്മമേ, ജൈന മതത്തിൽ അപരിഗ്രഹ പർ കാഫി ജോർ ദിയാ ഗയാ ഹെ. അപരിഗ്രഹ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത, അപരിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാതിരിക്കുക. നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമൊന്നും ഉണ്ടാവില്ല, എങ്കിലും വെറുതെ കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടുന്ന ഒരു സ്വഭാവം. ഈ സ്വഭാവം ജൈന മതത്തിൽ അത് ഒഴിവാക്കാൻ വേണ്ടി വളരെയധികം ഊന്നൽ നൽകിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തെ ഗാന്ധിജിക്കും വളരെ ഇഷ്ടമായിരുന്നു. മനുഷ്യന് അത്യാവശ്യമുള്ളത് മാത്രമാണ് വാങ്ങിക്കൂട്ടേണ്ടത്. ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സ്വഭാവത്തെ ഒഴിവാക്കണം. അതുകൊണ്ടാണ് ജൈന മതത്തിൽ അപരിഗ്രഹ് എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തിൽ കാഫി ധാരാളം ജോർ ദിയാ ഗയാ ഹെ എന്ന് പറഞ്ഞാൽ വളരെയധികം ഊന്നൽ നൽകിയിട്ടുണ്ട്. എന്താണ് അപരിഗ്രഹ് എന്ന് പറഞ്ഞാൽ? യാനി അതായത് ഫാൽത്തു കി ചീസേ, ആവശ്യമില്ലാത്ത, ഉപകാരം അത്ര അത്യാവശ്യമല്ലാത്തതായ വസ്തുക്കളെ ജമാമത് കരോ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യാതിരിക്കൂ എന്നതാണ് അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ. ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ വാങ്ങാതിരിക്കൂ എന്ന ഈ സിദ്ധാന്തത്തിന് ജൈന മതത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഗാന്ധിജിയും അത് സ്വീകരിച്ച ഒരാൾ തന്നെയായിരുന്നു. ആ ഒരു സിദ്ധാന്തത്തെ സ്വീകരിച്ച ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഗാന്ധിജി. ബസ് ഗാന്ധിജിക്ക് ജഹാം ബി കുച്ച് അച്ഛാ ലഗ അപ്നാ ലേത്തേത്. ഗാന്ധിജിക്ക് എവിടെ നിന്നെങ്കിലും കുച്ച് അച്ഛാ ലഗ, എന്തെങ്കിലും ഒരു കാര്യം നല്ലതായി തോന്നിയാൽ അപ്നാ ലേത്തേത്, അത് സ്വീകരിക്കുമായിരുന്നു. ആ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഗാന്ധിജി ജൈനമതത്തിലെ ഈ നല്ല സിദ്ധാന്തത്തെയും ഗാന്ധിജി സ്വീകരിച്ചത്. ഉനോംനെ അദ്ദേഹം അപരിഗ്രഹ് കോബി, അതുകൊണ്ട് തന്നെ ഈ അപരിഗ്രഹ് എന്ന ഈ സിദ്ധാന്തത്തെ അപ്നാലിയ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അത് ഗാന്ധിജിയുടെ ഒരു ശീലമാണ്. ഏത് മതത്തിലുള്ളതാണെങ്കിലും നല്ലതായ കാര്യങ്ങൾ ഗാന്ധിജി കണ്ടാൽ ഗാന്ധിജി അതിനെ സ്വീകരിക്കുമായിരുന്നു. ഗാന്ധിജിക്ക് തീൻ ബന്ദർ, ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാർ, തീൻ ബന്ദർ ബഹുത് മഷഹൂർ ഹെ, അത് വളരെയധികം പ്രസിദ്ധമാണ്. ഇത് ദർ അസൽ, യഥാർത്ഥത്തിൽ ഏക് ഖിലൗന ഥ, ഇതൊരു കളിപ്പാട്ടമായിരുന്നു. ജോ അത് കുച്ച് ചീനി ബച്ചോംനെ, ചില ചൈനയിലെ കുട്ടികൾ ഗാന്ധിജിക്കോ ഭേണ്ട് കിയാത, ഗാന്ധിജിക്ക് സമ്മാനം നൽകിയതായിരുന്നു. ലേക്കിൻ പക്ഷേ ഗാന്ധിജി ഉന്നേം, അവകളെ അപ്പിനെ ജീവൻ കാ സാഥി ബനാലിയ, തൻ്റെ ജീവിതത്തിലെ സാഥി ബനാലിയ, ഒരു കൂട്ടുകാരനായിട്ട് മാറ്റി. ബനാലിയ ആക്കി തീർത്തു എന്നൊക്കെ അർത്ഥം വെക്കാം. ജബ്, എപ്പോഴാണോ ധോത്തി പെഹ്നിനി ശുരു കർ ദി തോ, ധോത്തി ലുങ്കി പെഹ്നിനി ശുരു കർ ദി തോ, ധരിക്കാനായിട്ട് ശുരു കർ ദി തോ ആരംഭിച്ചതെങ്കിൽ, ജേബ് ഘടി,
ഗാന്ധിജിയുടെ ജേബ് ഘടി, പോക്കറ്റിൽ വെക്കുന്ന ഒരു ഘടി, വലിയൊരു വാച്ച് ഉണ്ടായിരുന്നു. അത് കഹാം റഖേം, എവിടെ വെക്കും? അത് പാൻറ് ധരിക്കുന്ന സമയത്ത് പാൻറിനകത്ത് കൊണ്ടു നടക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ലുങ്കി ധരിക്കുന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, ജേബ് ഘടി കഹാം റഖേം, ഈ പോക്കറ്റ് വാച്ച് കഹാം റഖേം, എവിടെ വെക്കണം? എന്നാൽ ഉസ്സെ അദ്ദേഹം കമർമേൻ ലട്ടക്കാന ശുരു കർദിയ, അത് കമർമേം തൻ്റെ അരഭാഗത്ത് ലട്ടക്കാന തൂക്കിയിടാൻ ശുരു കർദിയ ആരംഭിച്ചു. ഇസ് തരഹ്, ഇതുപോലെ ഗാന്ധിജി ധീരെ ധീരെ, നമ്മുടെ ഗാന്ധിജി പതുക്കെ പതുക്കെ വൈസേ ഗാന്ധിജി ബൻഗയെ, അങ്ങനെയുള്ള ഗാന്ധിജി ആയിത്തീർന്നു. ജയ്സ, എങ്ങനെ? ആജ് കൽ, ഇക്കാലത്ത്, ഹം, നമ്മൾ, ഉനേം, അദ്ദേഹത്തെ, ഉൻകെ ചിത്രോമേം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളിൽ, ദേഖ്തേ ഹേ, കാണാറുണ്ടല്ലോ, അതുപോലുള്ള ഗാന്ധിജി അദ്ദേഹം പതുക്കെ പതുക്കെയാണ് ആയിത്തീർന്നത്. ഇത്രയുമാണ് ഗാന്ധിജി എങ്ങനെ ഗാന്ധിജി ആയിത്തീർന്നു എന്ന ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ധന്യവാദം.